ക്രിസ്മസ് ഡേയിലെ ഡിന്നർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്, അതായത് ഡിസംബർ 24-ാം തീയതിയാണിന്ന്. അപ്പം നമ്മൾ 25-ാം തീയതി ക്രിസ്മസിലേക്കുള്ള ചെറിയ ചെറിയ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസ നേരുന്നു. അതോടൊപ്പം ഒരു പുതുവത്സര ആശംസയും നേർന്നുകൊള്ളുന്നു. അപ്പം നമുക്ക് 25-ാം തീയതിയിലേക്കുള്ള ഫുഡിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറ് ഈ 3 ഐറ്റത്തിൻ്റെയും ചെറിയ ചെറിയ ക്ലിപ്പിങ്സാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ 24-ാം തീയതി വൈകിട്ട് തന്നെ അതിൻ്റെ പരിപാടികൾ ചെറുതായിട്ട് സ്റ്റാർട്ടായി തുടങ്ങും. അപ്പം അതിൻ്റെ വീഡിയോയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒന്നുകൂടി ക്രിസ്മസ് ആശംസയും പുതുവത്സര ആശംസയും നേർന്നുകൊള്ളുന്നു. അങ്ങനെ ക്രിസ്മസിൻ്റെ തലേ രാവ് നമ്മൾ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മാവ് ആട്ടിയത് മിക്സിയിൽ നിന്ന് ചെരുവത്തിലേക്ക് പകർത്തുക. പാലപ്പത്തിനുള്ള മാവാണ്. അരി, തേങ്ങ, കള്ള്, പിന്നെ സ്വല്പം ചോറ്, ഇത്രയും ചേർത്തുള്ള ബാറ്റർ തയ്യാറാക്കിയത്. അതിൻ്റെ കൺസിസ്റ്റൻസി പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഒരു 6 മണിക്കൂർ കൊണ്ട് മാവ് പൊങ്ങി വരും. അപ്പൊ രാവിലെ നമുക്ക് ചുട്ടുകളയാം. നമ്മള് ക്രിസ്മസിന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പവും ചിക്കൻ സ്റ്റൂവും. ഇനി നമുക്ക് മൂടി വെക്കാം. ഞാൻ മാവ് ഇങ്ങനെ ആട്ടിക്കഴിഞ്ഞിട്ട് ചുടുന്നതിന് മുമ്പാണ് ഉപ്പ് ചേർക്കുന്നതും ഒരു സ്വല്പം ഷുഗറും അന്നേരം ചേർക്കാം. ചുടുന്നതിന് മുമ്പ് നമുക്ക് മൂടി വെച്ചാലോ? മൂടി വെക്കാം. അങ്ങനെ 2019 ക്രിസ്തുമസ് ആയി. ക്രിസ്തുമസ് രാവ് വെളുപ്പിന് 6:25 കേട്ടോ സമയം. ഇനിയിപ്പം ഞങ്ങള് ചിക്കൻ സ്റ്റൂ അടുപ്പത്ത് കയറ്റാനുള്ള തയ്യാറെടുപ്പാ. അതിനായിട്ട് ഒരു 1.5 കിലോ ചിക്കൻ മേടിച്ചായിരുന്നു. അതിൽ 3/4 കിലോയ്ക്ക് മാത്രം ഞാൻ സ്റ്റൂവിന് എടുത്തിട്ടുണ്ട്. ബാക്കി റോസ്റ്റിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് ക്ലീൻ, അത് നുറുക്കിയിട്ട് കുഞ്ഞു കുഞ്ഞ് പീസുകളാക്കി. ഞാൻ ചെറിയ പീസാക്കിയാൽ അതിലേക്ക് തേങ്ങാപ്പാലൊക്കെ കയറുള്ളൂ. ഇത് മൈൽഡ് ഫോമല്ലേ ഈ സ്റ്റൂ എന്ന് പറയുമ്പോൾ, എരിവൊന്നും ഇല്ലാത്ത ഫോമല്ലേ. ഇപ്പം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി കുഞ്ഞു പീസുകളാട്ടോ ആക്കിയേക്കണത്. അത് കഴുകി കല്ലുപ്പിട്ട് വൃത്തിയായിട്ട് കഴുകി ഒരു 4-5 ട്രിപ്പ് കഴുകി എടുത്തതാണെങ്കിൽ അതിലേക്ക് നമുക്ക് പച്ചമുളകും പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ ചേർക്കാം. പിന്നെ ഇച്ചിരി കുരുമുളകും 1-2 പച്ചമുളകും ഇത്രയും വെച്ച് ഇത് വേവിച്ചെടുക്കും. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കും. പിന്നെ മസാലകൾ ചേർക്കണം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അത് ലാസ്റ്റ്. പൊട്ടറ്റോ ഞാനൊരു സ്വല്പം മുഴുപ്പിലാണ് നുറുക്കിയേക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇതിൽ ബീഫൊന്നും പോട്ടെ, ചിക്കൻ്റെ കൂടെ ഇട്ട് വേവിക്കുവാണ്. അപ്പോൾ വേവിക്കുമ്പോൾ അല്ലെങ്കിൽ ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്കും ചെറിയ പീസാണെങ്കിൽ കണ്ടമാനം ഈ പൊട്ടറ്റോയുടെ കഷ്ണം കാണാൻ പറ്റൂല, അലുത്ത് പോവും. അത് കാരണം പിന്നെ ഒരു സ്വല്പം ഒരു 8-10 കുരുമുളക് ചതച്ചത്. പിന്നെ ഇഞ്ചി ഞാനിതിൽ ചതച്ച് ഇതിൽ ചേർക്കണില്ല. ഇതിൽ ഞാൻ ഇഞ്ചി അരിഞ്ഞെടുത്തേക്കണത്. ഒരു പീസ് ഇഞ്ചി, 2 പച്ചമുളക് ഇട്ടാ. ഇത്രയും ചേർത്ത് ഒരു സ്വല്പം ഇതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് വേവിക്കാൻ ചേർക്കോളും. ഇപ്പോൾ വെള്ളമില്ല, ഇത് പിടിച്ചോട്ടോ. ഇറച്ചി നമ്മൾ കഴുകി വാരി എടുത്തു കഴിഞ്ഞ് ഇറച്ചിയിൽ നിന്ന് ഉള്ള വെള്ളം ഇത്. ഈ വെള്ളത്തിൽ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് വെന്തോളും. എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വേഗം വേവൂലേ, ബ്രോയിലർ അല്ലേ. നാടൻ കോഴിയാണെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കണം. അത് ഇതിന്ന് ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊറി വരൂന്ന്. ഇറച്ചി വേവിക്കുമ്പോൾ അങ്ങനെയല്ലേ. അതാ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വേവിക്കാം കേട്ടോ. ഇറച്ചി മുക്കാലും തന്നെ വേവായി കഴിയുമ്പോൾ നമ്മൾ ഒരു തേങ്ങയുടെ പച്ചത്തേങ്ങയാണ് ചിരണ്ടി തേങ്ങാപ്പാൽ പിഴിയാനായിട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ 2ാം പാല് ചേർത്ത് ഈ ഇറച്ചി വറ്റിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നന്നായിട്ട് അതിലങ്ങ് ലയിച്ച് വെന്ത് കഴിയുമ്പോൾ 1ാം പാല് ചേർത്ത് ഇളക്കി വാങ്ങും. ആ ടൈമിൽ നമ്മൾ
പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഒരു തരി പെരിഞ്ചീരകം എല്ലാം സ്വല്പം ചേർക്കാവുള്ളൂ. കുത്തൽ കൂടിപ്പോയാൽ കൊള്ളൂല. സ്റ്റൂവിന് ചേർത്ത് ഇതിലേക്ക് ഒഴിച്ച് വാങ്ങിയെടുക്കും. നമ്മളിതേ പാലപ്പത്തിനുള്ള മാവ് ഇന്നലെ രാത്രി ആട്ടിയിട്ടത് ഇതേ പൊങ്ങിയത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കാണിക്കാനായിട്ടതേ കണ്ടോ, നല്ല നൊരങ്ങി പൊങ്ങി വന്നെ. ഇങ്ങനെ പൊങ്ങിയിരിക്കണം. അപ്പം അപ്പം ചുട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് സോഫ്റ്റും ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്താ ഇത്രയാണ്. കള്ളപ്പാണെങ്കിൽ കുറച്ചുകൂടെ തിക്നെസ്, പാലപ്പവും വെള്ളയപ്പവും ആകുമ്പോൾ നല്ല നേർപ്പിച്ചിരിക്കണം. കണ്ടോ, ഇത് നമുക്ക് ചുടുമ്പോ കാണാം. ചുടുമ്പോ കാണാം. ലൈവ് അല്ലേ? നമ്മുടെ പച്ചമുളകിൽ നിന്ന് ഇതേ മുളക് പറിക്കുക. ഫ്രഷ് ഫ്രം ദ വെജിറ്റബിൾ ഗാർഡൻ. രാവിലെ ആയി വരണുള്ളൂ, അതുകൊണ്ട് ലൈറ്റ് ഇച്ചിരി കുറവാ. അതെ, നേരം വെളുത്ത് വന്നല്ലേ ഉള്ളൂ. വര പറിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റിനുള്ള നല്ല വൈറ്റ് ചിക്കൻ സ്റ്റൂ അല്ലേ? അതെ. ഇനി നമുക്ക് അപ്പം ചുട്ട് കളയാം. ചുടാം. ഇവിടെ റെഡിയാണ്. ഓ, 4 അപ്പം. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഫിഷ് ഫ്രൈഡ് അല്ല ഫിഷ് മസാലയുടെ പ്രിപ്പറേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊരു മണാണോ, എനിക്ക് കൊതിയാവും ഇപ്പത്തെ കഴിക്കാൻ. അതെ, നെല്ലുകൊണ്ട. ഇനി നമുക്ക് ഓഫ് ചെയ്താലോ, അല്ലെങ്കിൽ ഒരുപാട് വറ്റിപ്പോയി. ഇനി നമുക്ക് ഓഫ് ചെയ്യാൻ അരിയിട്ട് നമ്മളിത് ഒന്ന് മൊത്തം ഒന്ന് മിക്സ് ആവാനൊന്ന് ഇളക്കി വിട്ടേക്കണ്ടേ. ജസ്റ്റ് ഒന്ന് ചുമ്മാ നാരങ്ങാനീരും ഉപ്പും സ്പൈസസ് എല്ലാം കൂടെ ചേർത്തിട്ടില്ല, അതൊന്ന് മിക്സ് ആയിക്കോളും. എങ്കിലും ഒന്ന് അരി ഇട്ട് കഴിയുമ്പോൾ എപ്പോഴും ഒന്ന് ഇളക്കൂലോ, അങ്ങനെ ഇളക്കി വിട്ടത്. ഫിഷ് ബിരിയാണിക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള പാത്രമൊക്കെ നമ്മളിവിടെ റെഡിയാക്കി നെയ്യ് ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പുറത്ത് ഫിഷ് മസാലയും ഇപ്പുറത്ത് റൈസും എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തും വേറൊരു സാധനം ഇരിപ്പുണ്ട്. എല്ലാം റെഡിയാണ്. ഇനി നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. കണ്ടോ, നമ്മള് സെറ്റ് ചെയ്യാണ് അങ്ങനെ പതുക്കെ പതുക്കെ. ഒന്നും ആയിട്ടില്ല, ഇനിയുണ്ട്, സെറ്റ് ചെയ്ത് തീർന്നിട്ടില്ല. അപ്പൊ ഇവനാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചത്തെ ക്രിസ്മസ് ലഞ്ച്. ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കിയവർ വീണ്ടും ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യൂട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ വേഗം പോയി ലഞ്ച് കഴിക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ലഞ്ച്? താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.
അപ്പൊ വേഗം ലഞ്ച് കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കഴിക്കാനെടുത്തു കേട്ടോ. ഇനി വേഗം പോയി കഴിക്കട്ടെ. കൊതി പിടിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കണേ കേട്ടോ. എല്ലാവർക്കും ഇത് കാണുമ്പോൾ കൊതി വരും. അതെ, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിൾ ആണ്, നല്ല ബ്യൂട്ടിഫുൾ ടേസ്റ്റും ആണ്. ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഡേയിലെ ഡിന്നർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാ, അടിപൊളി ബീഫ് റോസ്റ്റ്. അപ്പുറത്ത് എന്തായിരിക്കണേ? അപ്പുറത്ത് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ബീഫ് റോസ്റ്റ്. ചപ്പാത്തി ലൈവ. അപ്പുറത്ത് ചപ്പാത്തി, ഇപ്പുറത്ത് ബീഫ് റോസ്റ്റ്. മിഡില് ചിക്കൻ സ്റ്റൂ. അമ്പോ അതും ഇരിപ്പുണ്ട്. അത് രാവിലെ കാണിക്കാം. അടിപൊളി, അതും റെഡിയാണ്. അപ്പൊ ഇത് ചപ്പാത്തി വിത്ത് ബീഫ് വിത്ത് ചിക്കൻ സ്റ്റൂ. ഇത്ര സാധനങ്ങളാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ചപ്പാത്തി മറിച്ചിടുവാണ്. കണ്ടോ, ഞാൻ ചപ്പാത്തി, ബീഫ് റോസ്റ്റ്, ചിക്കൻ സ്റ്റൂ ഒക്കെയാണ് ഞാൻ കഴിക്കണത് ഡിന്നറ്. അപ്പൊ നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സൂം ചെയ്യണത് കേട്ടോ. കണ്ടോ, അടിപൊളി. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ക്രിസ്മസ് ഡേയുടെ സ്പെഷ്യൽ വിരുന്നിന്റെ ഒരു കുഞ്ഞു വ്ളോഗ് എൻഡ് ചെയ്യാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിന്റെ ഏതെങ്കിലുമൊക്കെ സ്പെഷ്യൽ റെസിപ്പീസ് വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടോളൂ, നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ, ഹാപ്പി ക്രിസ്മസ്.